സത്യം പറഞ്ഞ പ്രഭയെ ആദ്യം കണ്ടപ്പോ എനിക്കൊരു എന്താ പറയുക ഇറിറ്റേഷനാണ് തോന്നിയത്. മറന്നുപോയ അമ്പലവഴിയിൽ പക്കമേളക്കാരെ ഇളക്കി വിട്ട് എന്നെ കളിയാക്കിയത്, തെരുക്കൂത്തുകാരി, വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു. പിന്നെ തിരുമേനിയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ് അതെനിക്ക് ഇഷ്ടായി. പക്ഷെ അവിടെ വെച്ചത് പുറത്ത് കാണിച്ചൂടല്ലോ. പിന്നീടാണ് ആ രാത്രി വന്നത്. നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിൽ എത്രയോ ഉയരായിരുന്നു. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എന്റെ മനസ്സ് പറയുന്നു, ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നത്. ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞു. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടെ ഒരുമിച്ച്? വെറുതെ. വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ യോജിപ്പായിരുന്നുണ്ടോ? ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക നല്ല സുഖാണല്ലേ, ഈ പുഴയും കാറ്റും. എന്റെ അമ്മാളും എന്റെ പുഴയായത്. ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഓരോ ഉത്സവത്തിനും വയ്യാണ്ടായ കാലത്ത് ഞാനിങ്ങനെ കിതച്ചു വലിഞ്ഞു വരുവോ? അമ്മാളോ? ആരാത്? എന്റെ ഭാര്യ. ഭാര്യ മാത്രമായിരുന്നില്ല, അമ്മാളും എന്റെ എല്ലാം ആയിരുന്നു. 10-20 വർഷം മുമ്പാ. എന്നിട്ടും മറക്കാൻ പറ്റണില്ലേ? എല്ലാം പോയി. പണ്ട് ഞാനും അമ്മാളും കൂടി ഇതിലെ ഇങ്ങനെ നടക്കുമായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ? ഒരു ദിവസം നോക്കുമ്പോ എന്റെ അമ്മാളും എന്റെ ശരീരം പുഴയിൽ അങ്ങനെ പൊന്തിക്കിടക്കണു. ഓർമ്മയണ. ശുദ്ധകലശം ഇന്ന് തന്നെ തീരില്ലേ? ആ, ഇക്കുറി കലശം എന്താണ്? ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ. വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ്ങി എത്തിയല്ലോ. എങ്ങോട്ടാ? പച്ചപ്പൊട്ടും. പച്ചപ്പൊട്ടോ? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണമെന്ന് പോട്ടെ. അയ്യോ എടോ, വാവെടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ പച്ചപ്പൊട്ട് വേണം പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ഒരേടുത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പൊട്ട് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരാം. അശ്വതി ദിലമേ, അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ. ഒരു പൊട്ട് തൊട്ടുതരാട്ടോ.
ശങ്കര, മാധവൻകുട്ടി, ഒരെണ്ണത്തിനും വിളിച്ചാ കാണില്ല അത്യാവശ്യ സമയത്തിന്. ഇദ്ദേഹം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നട്ടെ. 4 ഭാഗത്തേക്ക് ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്. മാറിയിക്കോണ്ടേ അങ്ങോട്ട്. അസത്തെ നിന്റെ മേലൊക്കെ തെരുവില് തറവാട്ടി കയറി കളിച്ചാലുണ്ടല്ലോ നിന്റെ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം. അശ്വതി ബാലേന്ദ്രന്റെ മുറപ്പെണ്ണ. അവർ തമ്മിൽ സ്നേഹവുമാണ്. ഇത് രണ്ടും മാധവൻകുട്ടിക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെയാ നടക്കുക? മാധവൻകുട്ടി സ്നേഹിച്ചു പോയതിന്റെ ദുരന്ത കഥയൊന്ന് തറവാട്ടിൽ തന്നെ ചങ്ങലയിൽ കിടക്കല്ലേ ശ്രീദേവി ഇളയമ്മ. എന്റെ കാര്യം വിടുക. വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനായി ഇത്രയും കാലത്തെ കുടിപ്പകയൊക്കെ അങ്ങോട്ട് തീരുമെന്ന്? കുടിപ്പക പോറ്റി ആർക്കാദ്യം പ്രസാദം കൊടുക്കണം, പോസ്റ്റ്മാൻ ഏത് തറവാട്ടിൽ ആദ്യം കത്തിടണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ എത്രയോ വേറെ കിടക്കുന്നു. അതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കണ്ട. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. ആരുടെ? മാധവൻകുട്ടി അന്വേഷിച്ചോ? ബാലേന്ദ്രനോ? അതിപ്പോ അത്രയ്ക്കൊന്നും കാര്യമായിട്ടെടുക്കണ്ടെന്നാ അമ്മാവ പറയണത്. പുല്ലെറുക്കാൻ വന്നവന്റെയും മുന്ത മോട്ടിക്കാൻ വന്നവന്റെയും തലയ്ക്ക് വെച്ച് ഒരുതരം പഞ്ചതന്ത്ര കഥയുണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയെങ്കിലും തോന്നി തുടങ്ങിയത് നന്ന്. ജയദേവട്ടൻ പറയണത് കേട്ടിട്ട് എന്തൊക്കെയോ അറിയാവുന്ന പോലാണല്ലോ. കുറെയൊക്കെ അറിയാം, ചിലതൊക്കെ ഊഹാണ്. തെളിയും. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. കഥ പറയാൻ വന്ന ചെക്കൻ പറഞ്ഞിട്ട് വന്ന വഴിക്കങ്ങ് പോകും. അധികം വിളയാന്ന് വെച്ചാ ആളില്ലേ നമുക്ക്? കഥാപ്രസംഗക്കാരനല്ല, ആ നൃത്തക്കാരിയും സംഘവുമാണ് ഇപ്പോൾ എന്റെ പ്രശ്നം. എത്ര പേരുണ്ട് അവരുടെ സംഘത്തിൽ? 6. ആ പെണ്ണിനെയും കുട്ടി 6 പേരാ. പക്ഷെ 5 പേരിലേ പുറത്ത് കണ്ടിട്ടുള്ളൂ. 6ാമത്തെ ആൾ ആ പെണ്ണിന്റെ തള്ളയാ. എത്ര പ്രായം വരും? ഒരിക്കൽ അകലെ കൂട്ടി ഒന്ന് കണ്ടതാ. ഒരു 10-55 വയസ്സ് പ്രായം കണ്ടേക്കും. പുറത്തൊന്നും അവരങ്ങനെ വരാറില്ല അല്ലേ? ശ്രദ്ധിച്ചോളുക. ചില അസാന്നിധ്യങ്ങൾ അർത്ഥവത്താണെന്ന് വരാം, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ.